ഹായ് വെൽക്കം ടു എഡെക്സീരിയാണ്. നമ്മൾ എന്തായാലും ഐ പി മാറ്റിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഐ പി മാറ്റിലെ ഓരോ ടോപ്പിക് വൈസുള്ള സെഷൻസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ നമുക്ക് ഇനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. നമ്മൾ ഓൾറെഡി സിലബസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. നമ്മൾ ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ടോപ്പിക്കിലോട്ട് കടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതുപോലെ തന്നെ ലോസ് എങ്ങനെയാണ് വരുന്നത് ഒരു കമ്പനിയുടെ, ഇനി പ്രോഫിറ്റ് ലോസും കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പനിയുടെ എത്ര പെർസെന്റേജ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും അതിന്റെ കൺസെപ്റ്റ് ഫോർമുലാസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എന്താണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റിലോട്ട് അല്ലെ. ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ടേംസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫോർമുലകൾ പഠിക്കാം. ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഓക്കെ, റെഡി അല്ലേ? എന്നാവാ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ടേംസ്, ബേസിക് ടേംസ് എന്തായിരിക്കണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡെഫിനിഷന്, എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ട് എപ്പോഴും നമ്മളൊരു ബേസിക് ടേംസ് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എപ്പോഴും ബിൽഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ എത്രമാത്രം സ്ട്രോങ് ആവുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ കൺസെപ്റ്റിലുള്ള നോളജിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞ് ഞാനത് 2 പ്രോബ്ലം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് അവിടെ കവർ ചെയ്യും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഈ ഒരു ടേംസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എവിടെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ എങ്ങനെയാണ് ഈ ഒരു ടേമിന് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കില് 3 ഇമ്പോർട്ടന്റ് ടേംസ് ആണ്. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കോസ്റ്റ് പ്രൈസ്, എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നും, അതുപോലെ എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്നും, എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്നും. ഇത് 3ഉമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താന്ന് നോക്കാം. ദ എമൗണ്ട് പെയ്ഡ് ടു പർച്ചേസ് ആൻ ഐറ്റം ഓർ ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിലെ ഇപ്പൊ സപ്പോസ് നമുക്ക് പറയാം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇൻ കേസ് ഞാനൊരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. അപ്പൊ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ വേണം, ഒരുപാട് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്സ് എനിക്ക് എന്താണ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഇൻപുട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് 0 കോസ്റ്റിൽ എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൽ എന്തായാലും എന്ത് ചെയ്യണം, ഒരു പ്രൈസ് ഞാൻ എന്ത് ചെയ്യണം, കാണണം അല്ലെ. നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു എമൗണ്ട് എത്രയാണോ എനിക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെലവ് വന്നത്, കോസ്റ്റ് വന്നത്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ്, ദ പ്രൈസ് അറ്റ് വിച്ച് എ പ്രൊഡക്റ്റ് ഈസ് സോൾഡ് ടു ദ കസ്റ്റമർ. ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതിനൊക്കെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു, ആ എമൗണ്ട് എത്രയെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്ത് വേണം, പ്രോഫിറ്റ് വേണം. ആ പ്രോഫിറ്റ് എമൗണ്ട് ഞാൻ ആഡ് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് സെല് ചെയ്യാണ് അല്ലെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 10 രൂപന്റെ ഒരു പേനാണ് ഞാനൊരു കസ്റ്റമറിന് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു 5 രൂപയുടെ പ്രോഫിറ്റും 5 രൂപയുടെ കോസ്റ്റും എനിക്ക് വന്നു. അങ്ങനെ എന്റെ കോസ്റ്റും പ്രൈസും ഞാൻ ആഡ് ചെയ്തതിന്, കോസ്റ്റ് പ്രൈസും അതുപോലെ ഞാൻ എന്റെ പ്രോഫിറ്റും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സെല്ലും ചെയ്തു. അതാണ് എന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെ. ഞാൻ എത്ര രൂപക്കാണോ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുക്കുന്നത്, അതാണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ദ ലിസ്റ്റഡ് ഓർ ടാഗ്ഡ് പ്രൈസ് ഓൺ എ പ്രോഡക്റ്റ് ബിഫോർ എനി ഡിസ്കൗണ്ട് ആർ അപ്ലൈഡ്. നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നില്ല, ചിലപ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും വലിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 25% ഡിസ്കൗണ്ട്, 30% ഡിസ്കൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ പ്രൊഡക്റ്റ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ഓൾസോ നോൺ ആസ് ദ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇൻ മെനി കണ്ടൻസ്. നമ്മൾ MRP എന്നൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി പോകുന്ന ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്ന ടേംസ് എന്ന് പറയുന്നത് CP, അതുപോലെ SP,
MP എന്നുള്ള ടേംസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ മനസ്സിലാക്കുക, CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസും, SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസും, MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും ആണ് അല്ലെ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും അല്ലെ, എക്കണോമിക്സ് പഠിച്ചവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, മാർജിനൽ പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറയാല്ലേ, അങ്ങനെ കുറെ ടേംസ് നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ നമ്മൾ ടേംസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടേംസ് ഏതാ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾ ഓൾറെഡി എന്താണ് 10th കഴിഞ്ഞു, 11th കഴിഞ്ഞു, 12th പഠിച്ചുകൊണ്ടിരിക്കായിരിക്കും, അല്ലെങ്കിൽ എന്താണ് 12th കഴിഞ്ഞിട്ട് ഇരിക്കായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, കമ്പനിയുടെ ആവേണ്ട ഒരാൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത്. അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോർമുല, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്കൊരു കോസ്റ്റും ഉണ്ടായിരിക്കും. ആ കോസ്റ്റിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടണം എന്ന് ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ അതിന്റെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുമ്പോഴാണ് എന്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നത് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ 8 രൂപക്ക് എന്ത് ചെയ്തു, ഒരു പെന്നിന്റെ കോസ്റ്റ് ഞാൻ അവിടെ എടുത്തു. എന്നിട്ട് ഞാൻ അത് സെയിൽ ചെയ്തതെന്ന് പറയുന്നത് ₹10 അല്ലെങ്കിൽ 10 rupees സെയിൽ ചെയ്തു അല്ലെ. അപ്പൊ എനിക്ക് എന്ത് പറയാം, 10ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 2 rupees എന്ത് ചെയ്തു, എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇത് ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായി, ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മൾ എന്താണ് കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് 10 എന്നും 8 എന്നും 2 എന്ന് പറയുന്ന വാല്യൂസ് എടുത്തത്. അപ്പോ സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് ഈ ഒരു കണ്ടീഷന് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കണ്ടീഷന് കറക്റ്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അവിടെ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം അല്ലെ. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്ത്, സെല്ലിംഗ് പ്രൈസിനെക്കാട്ടിലും കൂടുതലാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതെന്തായിരിക്കും, ലോസ് ആയിരിക്കും അല്ലെ. നമുക്ക് വരുന്ന കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ വിലക്കാണ് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ലോസാ കിട്ടുന്നത് അല്ലെ, ഞാൻ പിന്നെ അടച്ചു കൂട്ടി പോകേണ്ടി വരും. ഓക്കെ, ചില കേസുകളിൽ മാത്രമേ നമുക്ക് അങ്ങനെ എന്ത് വരുള്ളൂ, കമ്പനികൾക്ക് ലോസ് വരുള്ളൂ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇത്ര രൂപയുടെ ലോസ് വന്നപ്പോ എന്ത് ചെയ്തു, കമ്പനി അടച്ചു കൂട്ടേണ്ടി വന്നു. അപ്പൊ അവിടെ അവരുടെ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ്, അവരുടെ കോസ്റ്റ് വളരെ ഹൈയും അവർ കൊടുക്കുന്ന പ്രൈസ് അല്ലെങ്കിൽ അവരുടെ റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ലോസ് വരുന്നത്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്. എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ കൂടുതലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെല്ലിംഗ് പ്രൈസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അഥവാ SP മൈനസ് CP എന്ന് പറയാം. ഇനി എന്താണ് പ്രോഫിറ്റ് പെർസെന്റേജ്, എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പെർസെന്റേജിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഏതൊരു വാല്യൂവിനെയും 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, 100 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിന് പെർസെന്റേജ് കാൽക്കുലേഷനിലോട്ട് പറയാം. ഇനി നമുക്ക് ഒരുപാട് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അപ്പൊ ഇക്വേഷനിലോട്ട് ഞാൻ ആദ്യം പോവാം അല്ലെ, എന്നിട്ട് ആ ഇക്വേഷനിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP. CP എന്താ മക്കളെ, CP എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ് പ്രൈസ് ആണ് എന്നുള്ളത്, ഇൻറ്റു 100. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്ന വാല്യൂ മുകളിലും CP എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്തു, ഡിനോമിനേറ്റർ ആയിട്ട് വന്നു എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം അത് നമുക്ക് എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ഡിനോമിനേറ്റർ വരുന്നത്, ആരാണ് ന്യൂമറേറ്റർ വരുന്നത് എന്നുള്ള കേസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്താണ് ഇപ്പൊ എനിക്ക് ഇവിടെ പ്രോഫിറ്റ് എന്നുള്ളടത്ത് എന്ത് പറയാം അല്ലെ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് പെർസെന്റേജ് ആ. കാരണം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനെ മാറ്റി എഴുതാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണ്, നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് എമൗണ്ട് തന്നിട്ടുണ്ടാവില്ല, എന്നാലും നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ട് കോസ്റ്റ് തന്നിട്ടുണ്ടാവില്ല.
പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷനെ റീഅറേഞ്ച് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ ഈ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നതിന് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എന്തുകൊണ്ട് കോസ്റ്റ് പ്രൈസ് ഡിനോമിനേറ്റർ ആയി? ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമ്മളുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്നല്ല. കാരണം നമ്മൾ ഇതിന്റെ കോസ്റ്റ് ഇപ്പൊ ഒരു 50 രൂപയാണെന്നുണ്ടെങ്കിൽ ഞാൻ 50 രൂപ എന്താണ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു 20% പ്രോഫിറ്റ് കിട്ടണം എന്നാ നമ്മൾ പറയാം അല്ലെ. ഒരിക്കലും നമ്മൾ എന്ത് പറയില്ല, ഞാൻ 100 രൂപയുടെ ഒരു സാധനം വിറ്റു, ആ 100 രൂപയിൽ എനിക്ക് 20 രൂപ പെർസെന്റേജ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടെ നമ്മൾ എങ്ങനെ പറയാം? ഞാനൊരു 100 രൂപ കോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എക്സ്പെൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചെലവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 20% ഒരു 30% ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി കോസ്റ്റ് പ്രൈസ് ഡിനോമിനേറ്റർ വരാൻ കാരണം ഞാൻ കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത് അല്ലെ. പ്രോഫിറ്റ് പെർസെന്റേജിലോ ഞാൻ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസിന്റെ ഇത്ര പെർസെന്റേജ് ആണ്. എങ്ങനെ പറഞ്ഞത്? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ ഇത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് അല്ലെ. ആ ഇത്ര എന്നുള്ളത് എന്താണ്? നമ്മൾ അതിനെന്തായിരിക്കും ആൻസറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ ഇത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ് ഞാൻ എന്തിന് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഡിനോമിനേറ്ററും. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്ന വാല്യൂവിനാണ് ഞാൻ എന്തിലോട്ട് മാറ്റേണ്ടത്? പെർസെന്റേജിലോട്ട് മാറ്റേണ്ടത് അല്ലെ. ഇപ്പൊ എനിക്ക് 20 രൂപ പ്രോഫിറ്റ് കിട്ടി എങ്കിൽ അത് എത്ര പെർസെന്റേജ് ആണ്? ആ പ്രോഫിറ്റിനെയാണ് ഞാൻ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റേജ് വരുന്നത് എന്നുള്ളത്? ഇക്വേഷൻ ഞാൻ പറഞ്ഞു അല്ലെ. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് or cost price into 100 or selling price minus cost price divided by cost price into 100. ഇതാണ് നമുക്ക് വരുന്ന രണ്ട് എന്തെന്ന് പറയുന്നത് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം അല്ലെ. എക്സാമ്പിൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. A shopkeeper purchased a mobile phone for 15,000 and sell it for 18,000. ഒരു ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? ഒരു മൊബൈൽ ഫോൺ 15,000 രൂപക്ക് അല്ലെ 15,000 എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. എന്നിട്ട് അത് എന്ത് ചെയ്തു? 18 രൂപക്ക് എന്ത് ചെയ്തു? മറിച്ചു വിറ്റു. ഓക്കെ, അപ്പൊ ആളുടെ കോസ്റ്റ് പ്രൈസ് അയാൾ എത്ര രൂപക്കാണ് മേടിച്ചത് അല്ലെങ്കിൽ ചെലവാക്കിയത് എത്രയാണ്? 15,000 അല്ലെ. 15,000. അയാളെ സെല്ലിങ് അയാൾ എത്ര രൂപക്കാ കൊടുത്തത്? 18 രൂപക്കും. ആളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3,000 അല്ലെ. 18,000 നിന്ന് 15 പോയി കഴിഞ്ഞാൽ 3,000 കിട്ടി. 15,000 കൊടുത്തു, 18 മേടിച്ചു. സ്വാഭാവികമായിട്ടും എന്താണ്? 3,000 രൂപ ആൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി. ഇനി പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് അല്ലെ. കോസ്റ്റ് ഇൻറ്റു 100 ഇതായിരിക്കണം. ഇനി എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടും എന്ത്? 20% എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോഫിറ്റ് കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെയാണെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു ടോപ്പിക്കിൽ അടുത്തൊരു ടേം എന്തായിരുന്നു? ലോസ്. നമ്മള് ടോപ്പിക് തന്നെ വരുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ളത് എന്താണ്? ലോസ് ആണ് അല്ലെ. അപ്പൊ ലോസിന്റെ കാൽക്കുലേഷൻ ടെക്നിക്ക് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്ന കാര്യം എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ഫോർമുലയാണ്. പിന്നെ എങ്ങനെയാണ് ലോസ് പെർസെന്റേജ്, നമ്മൾ പ്രോഫിറ്റ് പെർസെന്റേജ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ലോസ് പെർസെന്റേജും വന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ അല്ലെ, നേരത്തെ ചെയ്ത പോലെ എന്താണ് ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ലോസ് ഫോർമുല? അതിൽ ബേസിക് ലോസ് എങ്ങനെയാണ് വരുന്നത്? ഓൾറെഡി പ്രോഫിറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞതാ. അപ്പൊ ലോസ് ഒക്കെ when the selling price is less than the cost price അല്ലെ. ഞാൻ എന്റെ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും കുറവിൽ സെല്ലിംഗ് പ്രൈസ് വരുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലോസ് വരുന്നത് അല്ലെ. എങ്ങനെയാ പറഞ്ഞത്? ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലെ. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസിനെക്കാട്ടിൽ കുറവാണ്, സെല്ലിംഗ് പ്രൈസിനെക്കാട്ടിലും കൂടുതലാണ് ആര്? കോസ്റ്റ് പ്രൈസ് അല്ലെ. തിരിച്ചു പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും കുറവാണ് ആര്? സെല്ലിംഗ് പ്രൈസ് അല്ലെ. നോക്ക്, കണ്ടീഷൻ സെല്ലിംഗ് പ്രൈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ് ആ. നേരത്തെ പറഞ്ഞ എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് ആയിരുന്നു പ്രോഫിറ്റിന്റെ കേസിൽ. അപ്പോ ഇവിടെ എന്ത് വന്നു? ലോസിന്റെ കേസിൽ എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ എന്താണ് ലോസ് എന്നുള്ളത് അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ലോസ് പെർസെന്റേജ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം.
എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെന്റേജ് പറഞ്ഞത്? കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് വരുന്നു എന്നതാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെന്റേജ് പറഞ്ഞതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ലോസ് എമൗണ്ട് എത്രയാണോ അത് കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത് അല്ലെ. നോക്കി നോക്കാം എങ്ങനെയാ വരുന്നത്. ലോസ്റ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഓർ എങ്ങനെ പറയാം? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? എനിക്ക് ചെലവായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് എന്ത് വന്നു? എനിക്ക് ലോസ് വന്നു അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ ലോസും അതുപോലെ തന്നെ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ, കാണുന്നുണ്ടാവും അല്ലെ. ട്രേഡർ ബോട്ട് ഗുഡ്സ് വർത്ത് ₹12,000 ബട്ട് ഹാഡ് ടു സെൽ ദം ഫോർ 10,500 ഡ്യൂ ടു ഡാമേജ്. ഒരു ഒരു ട്രേഡർ എന്ത് ചെയ്തു? 12,000 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. പക്ഷെ അതിന് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? 10,500 സെയിൽ ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും എന്താണ്? 12 രൂപ അയാൾ മുടക്കി. പക്ഷെ കിട്ടിയതാണെന്നുണ്ടെങ്കിലോ 15,500. അവിടെ എത്ര ആൾക്ക് ലോസ് വന്നു? 1,500 രൂപ എന്ത് ചെയ്തു? ലോസ് വന്നു. 1,500 രൂപ ലോസ് വന്നു. അപ്പൊ ലോസ് എമൗണ്ട് കിട്ടി. ലോസ് എമൗണ്ട് എത്ര കിട്ടിയത്? 1,500 ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര രൂപക്കാ മേടിച്ചത്? 12,000 രൂപക്കും. ഓക്കെ, ഇനി ഇൻറ്റു 100 അല്ലെ. നമുക്ക് ഇവിടെ എന്താണ്? ഈ സീറോ ഒക്കെ കട്ട് ചെയ്ത് കളയാം അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 0 കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ കട്ട് ചെയ്ത് കളയാം അല്ലെ. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് മാത്തമാറ്റിക് കാൽക്കുലേഷനിൽ ഡിവിഷൻ റൂൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12.5% എന്ന് കിട്ടും. ഇതാണ് പ്രോഫിറ്റ് പെർസെന്റേജിന്റെ കാൽക്കുലേഷൻ, അതുപോലെ ലോസ് പെർസെന്റേജിന്റെ കാൽക്കുലേഷനും വരുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇനിയും കുറച്ചുകൂടി കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തൊക്കെയാണ് ടോപ്പിക് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം അല്ലെ. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല. നമ്മൾ എന്താണ് പതിയെ ഓരോ കാര്യങ്ങളും പഠിച്ച് നമ്മൾ എക്സാം ആകുമ്പോൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ നമ്മളുടെ ഫൗണ്ടേഷനും അഡ്വാൻസ് ലെവൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാം ഹാളിലോട്ട് കയറുള്ളൂ. അത് എന്താണ്? എഡെക്സി ലേണിംഗിന്റെ ഒരു ഉറപ്പാണ്, നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളെ ഒരു ദിവസം നമ്മൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ. ആ പഠിച്ച കാര്യം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അഡ്വാൻസ് ലെവലിലോട്ട് പോകും. ഇങ്ങനെ ഓരോന്ന് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ബാക്കി ടേംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഒന്ന് എന്താണ്? ഡിസ്കൗണ്ടും അതുപോലെ മാർക്കറ്റ് പ്രൈസ് പ്രോബ്ലം തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കണം. പിന്നെ അടുത്ത് വരാനുള്ളത് പെർസെന്റേജിന്റെ ടൈം ഷോർട്ടേജും കാര്യങ്ങളും, നമ്മൾ അതെങ്ങനെ ടൈം സേവ് ചെയ്തിട്ട് എങ്ങനെ എക്സാമും കാര്യങ്ങളും പഠിക്കാം, അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് സക്സസീവ് ഡിസ്കൗണ്ട് അല്ലെ. സക്സസീവ് ഡിസ്കൗണ്ട്, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ, ഫാൾ വെയിറ്റ് പ്രോബ്ലംസ്, ഇതൊക്കെ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അഡ്വാൻസ് ലെവൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പേജ് ഒന്ന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഓൺ ആക്കിയിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്തായാലും ജനുവരിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് IIM എത്തണം അല്ലെ. നമ്മൾ ആരും ജീവിക്കുന്നത് എന്തിനല്ല? ചെറിയ ലെവലിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. നമ്മൾ എപ്പോഴും ടോപ്പ് ഹൈ ലെവലിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ എന്താണ്? നമ്മൾ ഹൈ ലെവലിലോട്ട് മാറ്റണം. ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? IIM എല്ലാവരും ഡ്രീം കണ്ടിട്ട് നമ്മുടെ IPMAX എന്ന് പറയുന്ന IPM ബാച്ചിലോട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ജോയിൻ ചെയ്യാം അല്ലെ. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? എഡെക്സി ലേണിംഗിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൽ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? കമന്റ് ചെയ്താൽ മതി. സാറേ ഇന്ന ഭാഗം എനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അത് എന്ത് ചെയ്യാം? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ്, എനിക്ക് പറഞ്ഞു തരാനും എളുപ്പമാണ് അല്ലെ. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? IIM IPMAT ക്രാക്ക് ചെയ്ത് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ.